നിങ്ങൾ ഇന്ന് ഇന്ത്യയുടെ അർബൻ ക്ലാസ്സുകളിൽ നോക്കുവാണെങ്കിൽ ഇവരുടെ കുട്ടികളാണെങ്കിൽ ഇവരൊക്കെ വിദേശങ്ങളിലോട്ടങ്ങ് പോവുകയാണ്. കാരണം ഇവർക്ക് തലയ്ക്കകത്തിട്ടിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഈ ഒന്നാമത് റിസർവേഷൻ ഇവർക്ക് പഠിക്കാൻ നല്ല പോസിബിളായിട്ടുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് കിട്ടുന്നില്ല റിസർവേഷൻ കാരണം കൊണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫീസിൻ്റെ സ്ട്രക്ചർ, ഈ സംഭവങ്ങളെല്ലാം കൊണ്ട് അതേ തുക മുടക്കുവാണെങ്കിൽ ഇവർക്ക് വിദേശങ്ങളിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത് ഇവരുടെ ഫ്യൂച്ചറാണെങ്കിലും കരിയറാണെങ്കിലും ആ രീതിയിലോട്ട് വളരുന്നു. ഇന്ത്യയിലാണെങ്കിൽ അതിന് പറ്റിയ പ്ലാറ്റ്ഫോമുകൾ കൊടുക്കുവാൻ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഭരിക്കുന്ന ഗവൺമെൻറ്റിനും തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് ഈ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് അതിതീവ്രമായിട്ട് പോകുന്നത്. ഇത് വസ്തുതാപരമായിട്ട് സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കിയ ഒരു കൂട്ടരാണ് RSSും അതേപോലെ സംഘപരിവാറും. അപ്പോൾ അവരുടെ വെൽ കാൽക്കുലേറ്റഡ് മൂവാണ്. അതായത് വളരെ വർഷങ്ങളായിട്ടും മാസങ്ങളായിട്ടും റിസർവേഷനെതിരെ ഒന്നിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്, അതിനുശേഷം ഇന്ത്യയിലുണ്ടായ കലാപം അറിയാൻ ചെറുപ്പക്കാർ, അതേപോലെ തന്നെ പെനട്രേറ്റ് ചെയ്തു വരുന്നൊരു ഇഷ്യൂ ആണ് ഈ സ്ട്രീറ്റുകളിലോട്ട് പോവുകയാണ്. UGC എന്ന് പറയുന്നൊരു സംഭവമാണ്. അതിനെ ഇങ്ങനെ മുൻനിർത്തിയിട്ട് റിസർവേഷനെതിരെ വലിയൊരു മൂവ്മെൻറ്റ്, അതായത് അപ്പർ കാസ്റ്റിന് അവർക്ക് അതായത് പൂർണ്ണമായിട്ട് റിസർവേഷൻ ഇല്ലാതാക്കുക. അപ്പം ആ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് മോദി ഗവൺമെൻറ്റിനെതിരെയാണ് തിരിയുന്നത് പൂർണ്ണമായിട്ടും. മനസ്സിലാക്കുക. അതേപോലെ ABVPയുടെയും അതേപോലെ തന്നെ BJPയുടെ യുവമോർച്ച, അതിൻ്റെ പല ലീഡേഴ്സും അപ്പർ കാസ്റ്റ് ലീഡേഴ്സും റിസൈൻ ചെയ്തു. അതിൻ്റെ കാരണം എന്താ? ബേസിക്കലി ഡൽഹിയിൽ അത് ഉണ്ടായിരിക്കുന്നത്. ഈ മൂവ്മെൻറ്റ് ഗ്രാജുവലായിട്ട് മറ്റുള്ള ക്യാമ്പസിലോട്ടും മറ്റുള്ളിടത്തോട്ടും സ്പ്രെഡ് ചെയ്യുകയാണ്. ഇപ്പം ഇതിനെ എങ്ങനെയാണ് മോദി ഗവൺമെൻറ് സർവൈവ് ചെയ്തതിനെ മാറ്റർ ചെയ്യും. കാരണം ഇതിനകത്തുള്ള ബുദ്ധിജീവികളാണെങ്കിലും RSSൻ്റെ ഒരു വലിയ ബാക്കപ്പോടു കൂടിയാണ് ഇത് മുന്നോട്ട് വരുന്നത്. അപ്പോൾ മോഹൻദാസ് പൈ അദ്ദേഹം പറയുന്നത് ഇത് ഡ്രാക്കോണിയൻ ലോ ആണ്, ഇതുണ്ടാകരുത്. പല BJP നേതാക്കളും ഓപ്പണായിട്ടും രഹസ്യമായിട്ടൊക്കെ പറയാൻ തുടങ്ങി. മോദിയെ പലരും തെറി വിളിക്കാൻ തുടങ്ങി. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കുക, ട്വിറ്ററിൽ നോക്കുക, എത്ര മോശമായിട്ടാണ് മോദിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടെ വെൽ കാൽക്കുലേറ്റഡ് മൂവാണ്. ഈ മൂവ്മെൻറ്റിൻ്റെ ഉദ്ദേശം തന്നെ മോദിക്കെതിരെയാണ്. അതായത് ആൻറ്റി മോദി തരംഗം ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് തുടക്കം കുറിച്ച് കഴിഞ്ഞ് വ്യക്തമായിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് BJPയുടെയും അതായത് ഇവരുടെ ഐഡിയോളോഗായിട്ടുള്ള പല നേതാക്കളും, അതായത് ഇവരുടെ പല ബുദ്ധിജീവി കേന്ദ്രങ്ങളിൽ നിന്നും നരേറ്റീവ്സ് എഴുതുന്നവരെല്ലാം മോദിക്കെതിരായിട്ട് വന്നിരിക്കുന്നു.